ഗാസയിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ. 6 ആഴ്ചത്തെ പ്രാരംഭ വെടിനിർത്തലിനാണ് ധാരണ. ഔദ്യോഗിക പ്രഖ്യാപനവുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉടനുണ്ടായേക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഓഗസ്റ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു. സബാൻ, ഒടുവിൽ 6 ആഴ്ചത്തെ പ്രാരംഭ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു. സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ? അരുണ്യ, വളരെ സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്. പശ്ചിമേഷ്യയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന വലിയ സംഘർഷത്തിന് അറുതിയാകും എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ലഭ്യമാകുന്നത്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഖത്തറിന്റെ ഡ്രാഫ്റ്റ് ഹമാസ് അംഗീകരിച്ചതായി നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ CBS ന്യൂസും BBC പുറത്തുവിടുന്നത്. ഇസ്രായേലും ഹമാസും ഒടുവിൽ ഒരു ഔദ്യോഗികമായ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയതായി ഇപ്പോൾ BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് നമ്മളിതാ ഒരു ബന്ദികളുടെ കാര്യത്തിൽ ഒരു കരാറിലെത്തിയിരിക്കുന്നു, ഉടൻ തന്നെ അവരെ വിട്ടയക്കും എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന ചർച്ചകളുടെ ഒരു അവസാന തീരുമാനം എന്ന നിലയ്ക്കാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചകളാണ് നടന്നത്. ഉടൻ തന്നെ ഖത്തർ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്ത അനുസരിച്ച് ഹമാസ് ഇതിന്റെ കരട് അംഗീകരിച്ചിരുന്നു. ഇതിൽ വഴിമുട്ടി നിന്നിരുന്ന പല കാര്യങ്ങളിലും ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഉടനുണ്ടാകും. ഗാസയിൽ ഒടുവിൽ യുദ്ധം അവസാനിക്കുന്നു. അവിടുന്ന് പലായനം ചെയ്തു പോയിട്ടുള്ള നിരവധി ആളുകൾക്ക് ഇപ്പോൾ അവരുടെ സ്വന്തം പ്രദേശങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരം ഒരുങ്ങും. നമുക്കറിയാം, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നു നടത്തിയ ആ ആക്രമണത്തിനൊടുവിൽ നിരവധി ആളുകൾ 2000-ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. നിരവധി ആളുകളെ ബന്ദികളായി പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ 94 ബന്ദികളാണ് ഇപ്പോൾ ജീവനോടെ ഹമാസിന്റെ പക്കലുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 33 വരെ മോചിപ്പിക്കുമെന്ന വാർത്ത നേരത്തെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ഇതിൽ പകരമായി പലസ്തീനി തടവുകാരെ ജീവപര്യന്തമടക്കം വലിയ തരത്തിലുള്ള തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന പലസ്തീനി തടവുകാരെ അടക്കം ഇസ്രായേൽ വിട്ടയക്കും. പകരമായി ബന്ദികളിൽ നിരവധി ഘട്ടങ്ങളിലായിരിക്കും ഈ കരാർ നടപ്പിലാവുക. ഏതായാലും ഗാസയിൽ ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ചരിത്രപരമായ ഇപ്പോൾ ഈ വലിയ നമുക്കറിയാം നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഈ വലിയ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ യുദ്ധം നമുക്കറിയാം. 400-ലധികം ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന യുദ്ധം മധ്യപൂർവേഷ്യയിൽ ആകമാനം തന്നെ പടർന്നു നിൽക്കുന്ന ഗാസയും കടന്ന് അത് യമൻ, സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ഇറാനുമായി നേരിട്ട് ഇറാൻ മണ്ണിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്ന അടക്കം സംഭവം ഉണ്ടാകുന്നു. ഹമാസിന്റെ, ഹെസ്ബുള്ളയുടെ ഒക്കെ തന്നെ നേതാക്കൾ വധിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങളുടെ സംഘർഷ ദിനങ്ങളുടെ അന്ത്യം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കരാറിനാണ് ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹെസ്ബുള്ളയുടെ തലവൻ നസറള്ള കൊല്ലപ്പെടുന്നു. ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഹമാസിന്റെ തലവൻ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. പിന്നീട് ഹമാസിന്റെ ഗാസയിൽ നേതൃത്വം വഹിച്ചിരുന്ന യഹ്യാ സിൻവാർ കൊല്ലപ്പെടുന്നു. ഇതിന് നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുന്നു. സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായിട്ടുള്ള വലിയ സംഭവങ്ങൾ, വഴിത്തിരിവുകൾ, യുദ്ധങ്ങൾ, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. 6 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നു. പലസ്തീനിൽ നിരവധി ആളുകൾ പലായനം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങളുടെ അന്ത്യം എന്ന നിലയ്ക്ക് താൽക്കാലികമെങ്കിലും ഇപ്പോൾ സമാധാനം ആ മേഖലയിലേക്ക് വരുന്ന നിരക്കുള്ള വലിയ സുപ്രധാനമായ ചരിത്രപ്രധാനമായ കരാറിന്റെ എത്തിയിരിക്കുകയാണ്. പ്രധാനമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ശക്തികൾ എന്ന നിലയ്ക്ക് ഇസ്രായേലും ഹമാസും ഈ കരാറിൽ എത്തിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ കരട് ഡ്രാഫ്റ്റ് ഹമാസ് ഇതിന്റെ നേരത്തെ തന്നെ പല കാരണങ്ങളാൽ തടഞ്ഞു നിന്നിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ ഒരു കരാറിലേക്ക് അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് എത്തി എന്ന നിലയ്ക്കുള്ള
വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ട്രംപ് 20-ാം തീയതി അമേരിക്കൻ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പായി ഉണ്ടായിട്ടുള്ള നീക്കം എന്ന നിലയിൽ ബൈഡൻ ഭരണകൂടം പടിയിറങ്ങുന്നത് തൊട്ടുമുമ്പായി ഇത്തരത്തിലുള്ള കരാർ എത്തുക എന്നത് സുപ്രധാനമായും അവർ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി വലിയ തീവ്രമായ ചർച്ചകളാണ് മേഖലയിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഖത്തർ മുൻകൈ എടുത്തുള്ള ചർച്ചകൾ ആദ്യം ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ഉണ്ടായ അറ്റാക്കിന് ശേഷം ആക്രമണങ്ങളും ഉണ്ടായ സമയത്ത് 46,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുള്ള ഈ യുദ്ധത്തിന് ഒരു അന്ത്യമുണ്ടാക്കാനായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദോഹയിൽ നടന്നിട്ടുള്ള പല ചർച്ചകളും പല കാരണങ്ങളാൽ പരാജയപ്പെടുന്നു. തുടർന്ന് നടന്നിട്ടുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയും ആ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മറിയുന്നത് ലോകം കണ്ടു. ഇപ്പോൾ 94 ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ കയ്യിലുള്ളത്. അതിൽ 34 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കരാറിലേക്ക് എത്തുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് നമുക്കിപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അരുണ്യ, അതാണ് ഗാസയിൽ സമാധാനം പുലരുമെന്ന നാളുകളുടെ പ്രതീക്ഷ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അന്തിമ വെടിനിർത്തൽ കരാറിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകും. ഔദ്യോഗിക പ്രഖ്യാപനവുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകും. 15 മാസം നീണ്ട യുദ്ധത്തിനാണ് അവസാനമാകുന്നത്. കരാർ അംഗീകരിക്കുന്നതോടെ മധ്യപൂർവ്വ ദേശത്തെ ആശങ്കയിലാക്കിയ ദിവസങ്ങൾക്ക് വിരാമമുണ്ടാവുകയാണ്. യുദ്ധം ആരംഭിച്ച് 15ാമത്തെ മാസമാണ് ഇത്. വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിൽ ശാന്തിയുടെ ദിവസങ്ങൾ വന്നെത്തുന്നു എന്നതിൻ്റെ ശുഭസൂചനകളാണ് ഈ നിമിഷങ്ങളിൽ വരുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുന്നു. ഹമാസും ഇസ്രായേലും സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തും. പ്രാഥമിക ഘട്ടത്തിൽ 6 ആഴ്ചത്തേക്കാകും വെടിനിർത്തൽ ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതാണ് ഗാസയിൽ സമാധാനത്തിന്റെ നാളുകളുടെ പ്രതീക്ഷ. അഗസ്റ്റിൻ സെബാസ്റ്റ്യനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.